ഈ ഇതൊരു പഴയ സാധനമല്ലേ, പക്ഷെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് പഴയതല്ല, ഇത് പുത്തൻ പെട്ടിയാണ്. മാനവീയത്തിന് ക്ഷണിച്ച് സ്റ്റേജിൽ നിന്ന് നായനാർ തന്ന ഉപഹാരം. എനിക്ക് മാത്രമല്ല, ഷൈനിക്ക് കിട്ടി കായിക രംഗത്തെ ചിലർക്ക്. പക്ഷെ എനിക്ക് സന്തോഷമായി. അന്ന് ആദ്യം ഞാൻ കാണുന്നത് ഇ.കെ. നായനാർ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആയിരുന്നു, സംശയമൊന്നുമില്ല. നായനാരുടെ പേരക്കുട്ടി എൻ്റെ വീട്ടിൽ വരാറുണ്ട്, അങ്കിത. നല്ല ചായ ഉണ്ട്, ആ പല്ലിനുള്ള വിടവും കൂടി ഉണ്ട്. ഉഷയുടെ മോള്. ചിലർ വന്നിട്ട് ചോദിക്കും, നായനാർ സ്ത്രീ വിദ്വേഷിയാണ്, അതുകൊണ്ട് പ്രതികരിക്കണം. എന്നോട് പറയാം എന്തോ ഒന്ന് സ്ത്രീകളെ പറ്റി. ഞാൻ എന്ത് വിദ്വേഷമോ ഒന്നുമില്ല. ഞാൻ എന്തായാലും നായനാരെ കുറ്റം പറയില്ല, ഓർമ്മ അത് എന്നെ കിട്ടില്ല. ഐ മിസ് ഹിം ആക്ച്വലി. മൂപ്പര് സംസാരിക്കുമ്പോൾ ഓടിച്ചെല്ലിട്ടെ. ഞങ്ങൾക്കൊക്കെ നായനാരെ കാര്യമായി വീട്ടിൽ. മൂപ്പര് അത് പാർട്ടിയുടെ അല്ല, അതൊരു ആളുടെ അല്ലേ. പറയൂ മോളെ. കുട്ടിക്ക് ഇതിലൊക്കെ താല്പര്യം. കട്ടില്, പെട്ടി. കട്ടില് ചിറ്റഞ്ഞൂർ കോവിലത്തെ ഒരു തമ്പുരാൻ്റെയാണ്, എൻ്റെ മുത്തച്ഛൻ്റെ. എൻ്റെ അമ്മയുടെ അച്ഛൻ ചിറ്റഞ്ഞൂർ വലിയ തമ്പുരാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കട്ടിലാണ്, സപ്രമഞ്ചം. അപ്പോൾ അവർ കോവിലൊക്കെ പൊളിച്ചു. സി കുഞ്ഞൻ രാജ, സി ഉണ്ണിരാജ ഒക്കെ ഉള്ള ആളാണ് അത്. എൻ്റെ അമ്മയുടെ അച്ഛൻ മുത്തശ്ശൻ്റെ അനന്തരവനായിരുന്നു ഉണ്ണിരാജ. വളരെ ബുദ്ധി ഉള്ള ഒരു വർഗമാണ് ആ കുടുംബം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിക്കും, നാലപ്പാട്ടുകാർക്ക് വലിയ ബുദ്ധിയുണ്ട് പറയുമ്പോൾ അതിലൊക്കെ എത്രയോ അധികം ബുദ്ധി ചിറ്റഞ്ഞൂരായിരുന്നു. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭാഗ്യം, അത്രയേ ഉള്ളൂ. അവരുടെ ചിറ്റഞ്ഞൂർക്കാരുടെ മൂക്ക് കിട്ടി, പക്ഷെ ബുദ്ധി കിട്ടാൻ സാധിച്ചില്ല എനിക്ക്, വലിയ തമ്പുരാൻ്റെ. എനിവേ, ഇത് ഇങ്ങനെ കട്ടിലും ഫേണിച്ചറൊക്കെ വിറ്റു. അവരൊക്കെ പോയി എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഞാൻ നാട്ടിൽ ചെന്നു. ഒരു 2000 രൂപ എടുത്തൊരു പേഴ്സിലിട്ടിട്ട് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു സെയ്ത് മാഷ്ക്ക് വിറ്റിട്ടുണ്ട് ഈ കട്ടിൽ മുത്തശ്ശൻ്റെ. ഞാനവിടെ പോയി പറഞ്ഞു സ്ട്രേറ്റ്, ചിറ്റഞ്ചൂർ കോവിലത്തെ തമ്പുരാൻ്റെ പേരക്കുട്ടിയാണ് ഞാൻ, ബാലാമണിയമ്മയുടെ മകള് നാലപ്പാട്ടെ. ഈ കട്ടിൽ എനിക്ക് കിട്ടണമെന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അതൊന്നും വെറുതെ കിട്ടില്ല കുട്ടിയെ. മാഷ് പറയാം, മുറുക്കി തുപ്പി. വയസ്സായിട്ടുള്ള ആളാ. 80 ഉറുപ്പ്യ കൊടുത്തു. ഞാനത് വാങ്ങി. പിന്നെ പെയിൻറ്റ് ചെയ്യിപ്പിച്ചു. അത് വലിയ വഷളായിരുന്നു കേട്ടോ, വാസ്തവം പറയുകയാണെങ്കിൽ. സേതു മാഷ്ക്ക് വലിയ ടേസ്റ്റൊന്നുമില്ല. ഇതൊക്കെ പച്ച മഞ്ഞ നിറമൊക്കെ ഇരുന്ന്, ഇലയൊക്കെ പച്ച, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി. ഒരു പിങ്ക് പൂവാ, ഇങ്ങനെ എന്തൊക്കെയോ പറ്റിച്ചു. മഹാവികൃതമാക്കിയിരുന്നു. പക്ഷെ സ്റ്റഫ് നന്നായതുകൊണ്ട് ഞാൻ അപ്പോൾ എത്രയാവും മാഷെ ചോദിച്ചു. 250 തരാം, എടുക്കാൻ സഹിക്കോ കുട്ടിയെ ചോദിച്ചു. പണ്ടത് ഞാൻ പറഞ്ഞു, ഈ 2000 കൊണ്ട് വന്നിറക്കണേ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും തരാം, വേഗം കൊടുത്തു. എന്നിട്ടൊരു വണ്ടിക്കാരനെ വിളിച്ചു, ഇത് ഉന്തിക്കൊണ്ട് 80 ഉറുപ്പ്യ ഉന്തിക്കൊണ്ടിട്ട് പാർട്സായിട്ടൊക്കെ ഊരിയിട്ട് കൊണ്ടുവന്നു. പിന്നെ ഒരിക്കൽ ഞാനത് ഒരാളെ വിളിച്ച് 10 ദിവസം പണിക്കൂലി കൊടുത്ത് ഇതൊക്കെ റിമൂവ് ചെയ്യിച്ചു. എന്ത് വിഷമം അറിയോ പെയിൻറ്റ് റിമൂവ് ചെയ്യാൻ. വളരെ കഷ്ടപ്പെട്ടുകൾ. ഈ സാൻഡ് പേപ്പർ ഇട്ടറൊക്കെ എല്ലാം. ബിക്കോസ് പെയിൻറ്റ് ഇട്ടിട്ടുള്ള കട്ടിൽ ഞാൻ വയ്ക്കുമോ, കുട്ടികളുടെ മാതിരി, ചെറിയ കുട്ടികളുടെ മാതിരി അല്ലേ. പക്ഷേ എനിക്ക് അതിലുള്ളൊരു അഭിമാനം. എത്ര ആളും എൻ്റെ അടുത്ത് 100-300 വർഷം ഉണ്ടാവും. ഞാൻ വിചാരിക്കുന്നത് ഇത് ചിലർ വന്ന് ചോദിക്കും എന്നോട്, ആൻറ്റീക്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ, പരിചയമുള്ളവരൊക്കെ ചിലർ വന്ന് ചോദിച്ചു, ഞങ്ങൾ 500,000 തരാം, ഇല്ല 1,00,000 ഞങ്ങൾ കൊണ്ടുപോട്ടെ. അപ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ മുത്തശ്ശൻ്റെ കട്ടിൽ അന്വേഷിച്ച് പോയിക്കോളൂ. എൻ്റെ മുത്തശ്ശൻ്റെ കട്ടിലുമ്പിൽ ഇരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങളൊക്കെ കുടിയന്മാരാണ്, നിങ്ങളൊക്കെ ദുഷ്ടന്മാരാണ്, ഇരിക്കാൻ പാടില്ല പറഞ്ഞു. ഇത്ര സാത്വികനായിട്ട് നല്ല നിർമ്മല ഹൃദയനായിട്ടൊരു മുത്തശ്ശനാണ് അദ്ദേഹത്തിൻ്റെ കട്ടിലുമ്പിൽ ഇരിക്കാൻ യോഗ്യത ഉണ്ടാവുക ഈ കാശും കൊണ്ട് വരുന്നവർക്ക്. കാശിന് വേണ്ടി മുത്തശ്ശനെ ഒന്നും വിൽക്കാൻ എനിക്ക് തയ്യാറല്ല അല്ലേ. അതിലൊക്കെ അഭിമാനമുണ്ട്. അതുകൊണ്ട് ഈ കട്ടിലിൻ്റെ വർക്കത്ത് നല്ല ദിവസം നോക്കി ഇതുപോലിരിക്കുമ്പോൾ എനിക്ക് തോന്നും നല്ല ഇരിക്കാൻ നല്ല ഇടം അല്ലേ. ഉയരം കൂടുതലല്ലേ, ഇവിടെ കിടക്കും, കിടന്നാൽ വീണാലോ.
ഇത്തിരി ഉയരം കൂടുതലാണ്. സപ്രമഞ്ചാണത്, കട്ടിലില്ല. പകലിങ്ങനെ ഇരിക്കുക ചാരിയിട്ട്. എന്നിട്ട് ഇവിടെയൊക്കെ പായ ഇട്ട് പുൽപ്പായ ഇടും. അന്നൊക്കെ പുൽപ്പായ കിട്ടും. അതിൽ നരിയുടെയൊക്കെ ചിത്രം അത് മുമ്പിലിട്ട് സന്ദർശകർ അവിടെ ഇരിക്കുക, തമ്പുരാതിൻ്റെ മുകളിലിരിക്കുക. അങ്ങനെ ഇരുന്ന്